ചേർന്നോ പറഞ്ഞാൽ പഠിച്ചില്ല ചേർന്നോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇങ്ങനത്തെ കണ്ടുകൾ ഞങ്ങൾ പൊതുവെ ക്ലാസ്സുകളിൽ കൊണ്ട് പരിചയപ്പെടുത്താറുണ്ട്. അതിന്റെ കാര്യം വെച്ചാൽ ഒരുപാട് കാലം ആൾക്കാരെ ഉപയോഗപ്പെടുത്തുന്നത്. എനിക്കെന്നെ ഒരുപാട് കഴിഞ്ഞ കൊല്ലം മുളയങ്കല്ല് പെണ്ണുങ്ങളെ കിണറിൽ വേണ്ടിട്ട് കഴിഞ്ഞ സീസണിൽ ജൂൺ തുടങ്ങുന്നതായിരുന്നു. ഒരു 21 വയസ്സുള്ള പെണ്ണുങ്ങളാണ് കിണറിൽ വീണത്. തൊട്ടടുത്ത് വീട് ബസ്സിന് കഴിക്കുക പുള്ളിയാറ്റെങ്കിലും ഇങ്ങനെ ആൾക്കാർ കാലാവസ്ഥയില്ലാത്ത വീടാ. കിണറിന്റെ ആൾമാരെ അഞ്ച് പിള്ളേർക്ക് വീണതാണ് സംഭവം. ഏതാണ്ട് ഉച്ച സമയത്താണ് വേറെ സ്റ്റേഷനിൽ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ വണ്ടിയൊക്കെ വന്ന് ഏതാണ്ട് വിളിച്ചത് രണ്ടാൾക്കാരെ ഇറങ്ങി പെട്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ എത്തിയാൽ മതി, ബാക്കി സേഫാന്ന് ചുരുക്കി പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ വേറെഞ്ചിന് ആംബുലൻസ് കയ്യിൽ വന്നു. അപ്പോ ടയത്തിലാണ് ഇറങ്ങി പിടിച്ച് നിൽക്കുന്നത്. ഓരോരുത്തർക്ക് ഇറക്കി കയറ്റിയ ശേഷം ബോർഡ് വലിയ പ്രശ്നമൊന്നുമില്ല, പാസഞ്ചർ ആണെങ്കിലും വലിയ പ്രോബ്ലം എത്തി. അത് മോളിൽ കയറി വന്നപ്പോ നേരത്തെ ഒരു കക്ഷിയാണ് ഇപ്പൊ എന്റെ അടുത്ത് വന്നു. ഇത്ര സാറിന്റെ ക്ലാസ് എനിക്കന്ന് കിട്ടിയിരുന്നു, ചേർന്നോട്ട് കിട്ടുന്ന ധൈര്യം ഉണ്ടായിരുന്നു. എന്റെ ഉള്ളതെ കയറി ഇറങ്ങി കിട്ടാൻ പറ്റിയത്. അപ്പൊ അമ്മയുടെ സന്തോഷം. അങ്ങനെ ചെയ്തൊരു കാര്യം എഫക്റ്റീവ് ആകാൻ പറ്റും. അപ്പൊ കിട്ടുകളെ ക്ലാസ്സിലും കാണിക്കാൻ പറയാൻ പറയുന്നത്. ഒരു മരപ്പണിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 മണിക്കാരാണ് ഇവിടെ കഴിച്ചതായിരുന്നു. അവര് ബാക്കി പറഞ്ഞു തരാൻ എന്നിട്ട് ആ സ്പോട്ടിൽ നിന്ന് ശേഷം ഞങ്ങൾ വന്ന് അങ്ങനെ ഇങ്ങനത്തെ കേസൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ഫയറേജിന് ആംബുലൻസ് കൊണ്ടാൻ പോകാൻ ആംബുലൻസ് എന്തിനാണ് പോകുന്നത്? ആംബുലൻസ് കൊണ്ടാൻ വേണ്ടി എല്ലാം കൊണ്ടേക്കൊള്ളു. പക്ഷെ അന്ന് ആ സ്പോട്ടിൽ നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് 32 വയസ്സുള്ള വേറൊരു പെണ്ണിനെ സ്പോട്ടിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അതും നിങ്ങളെ കൊണ്ട് കൊണ്ട് എന്തെങ്കിലും അറിയാം. ആ സ്പോട്ടിലേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തൊട്ടപ്പുറത്ത് തൊഴിലുറപ്പ് പണിയെടുക്കുന്ന 32 വയസ്സുള്ള വേറെ പെണ്ണുങ്ങളാണ്. ഒരു ഇത് വീട കാര്യം കേട്ടിട്ട് സംഭവം കുട്ടികളോട് കിണറിലോട് കുറച്ച് വർക്കൗട്ടോട് വൈദ്യുതി ഇറങ്ങുന്ന അടയാന്ന്. അപ്പൊ അപ്പുറത്തെ തൊഴിലുറപ്പ് പണിക്കാര് ഈ ഒച്ചപ്പാട് കാര്യം കേട്ടിട്ട് പെണ്ണുങ്ങൾ ഓടി അതിശയം കാണാൻ പാഞ്ഞിരുന്ന പരിപാടിയില്ലേ ഇതൊക്കെ ഉണ്ടെങ്കില് സത്യം ആ പാഞ്ഞുകാരില് മോളിന് നോക്കിട്ടുള്ള ചെറിയ ഇപ്പൊ ജോലിക്ക് മുഖത്ത് ഓടിയാകുന്ന വിശാഖില് സ്ലിപ്പായിപ്പോയി. 3 മാസമല്ലേ വെള്ളത്തുട്ടിയൊക്കെ നേരെ കാറ്റ് ശരിക്കും പൊട്ടിപ്പോയി. അവരിപ്പോ എണ്ണീറ്റ് നടക്കുന്നുണ്ടായി. പക്ഷെ എടുത്തുള്ള പൈസ പെണ്ണുങ്ങളിപ്പോ അപ്പൊ അങ്ങനെ തുടർന്ന് നമ്മളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനത്തെ കാര്യം കേട്ടാൽ നമ്മളെ ശരിക്കും നോക്കാൻ സാധനം മത്സ്യം കാണാം. അതില് കരുതുന്നത് നല്ലതാണ്. അങ്ങനെ സംഭവം ഉണ്ടാക്കും. ഞാൻ ചെറുതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആദ്യം ഇത് കയറിന്റെ മിഡിൽ സൈഡ് എടുക്കുക. ഓക്കെ, ഒരു കളറാണെങ്കിൽ അതിൽ എത്രമാത്രം ഡെപ്ത് ഉണ്ടതനുസരിച്ച് ഒരു കയറത്തിലേക്ക് നഷ്ടപ്പെടുന്ന വേറെ കയറുകൾ വെച്ച് കൊടുക്കണം. എടുക്കാം. ഇതൊന്ന് ഇങ്ങോട്ട് ഡിസ്റ്റേ ഒന്ന് ഇങ്ങോട്ട്. ഓക്കെ, വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. ഇതിവിടെ കേൾക്കുന്നു, ഇതിവിടെ കേൾക്കുന്നു. ഇത് കേട്ടായി. ഇനി ചേർന്നോടൊന്നും പറയും അല്ലേ? ചേർന്നോട് എന്താണ് ഇത് കേട്ടായില്ലേ? തീർച്ചയായും ഒന്നല്ല ഇങ്ങോട്ട് തിരിക്കാം, ഇങ്ങോട്ട് തിരിക്കാം. ഇങ്ങോട്ടാണെങ്കിൽ ഓപ്പോസിറ്റ് ആക്കണമെന്ന് നോക്കാം. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. കെട്ടായി. ഇതിന്റെ ഒരു ലൂപ്പ് കുറച്ച് വലുതെടുക്കുക, ഒന്ന് കുറച്ച് ചേർക്കും. കണ്ടല്ലോ? എന്നിട്ട് ടൈറ്റ് അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ലൂപ്പ് ആയിട്ട് വരും. കുടിക്കല്ലോ, ഇതൊന്നും വലിയ സംഭവമാണ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തിരിക്കും. കണ്ടല്ലേ? ഇതാണ് ചേർന്നോട്ട്. ഇതെന്താ വ്യത്യാസമുള്ളത്? ഒന്ന് ഇത്തിരി ചെറുതാവുന്ന ഇത്തിരി വലുതാണല്ലേ? ഇനി വരിക്കോട്ട് വാ. രക്ഷിക്കാൻ വന്നതാണ് ചേർന്നോട്ട്. അങ്ങനെ പൊക്കും നമ്മൾ നോക്കാം.
ചെറോടെ കഴിയാൻ ചെറോടുണ്ടെന്ന് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിലെ കയറിന്റെ വലിയ ലൂപ്പുണ്ടല്ലോ, ഈ അധികം അരഭാഗത്തേക്ക് താഴത്തേക്ക് ഇത് ചെസ്റ്റിൽ അത്ര പണിയുള്ളൂ.